ബി.ജെ.പിയുടെ ഹിന്ദുത്വ വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് നയത്തിനുമെതിരായ പോരാട്ടത്തിനും ബദൽ വികസന നയത്തിനും രാജ്യത്ത് നേതൃത്വം നൽകുന്നത് കേരളമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പറഞ്ഞു. ഈ ദിശയിൽ ഏറ്റവും ശക്തമായ മുന്നേറ്റത്തിനുള്ള ഉത്തരവാദിത്വമാണ് കേരളത്തിലെ പാർട്ടി ഏറ്റെടുക്കുന്നതെന്ന് കൊല്ലത്ത് നടന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് കാരാട്ട് പറഞ്ഞത്. കേരളത്തിൽ അധികാരമുറപ്പിക്കാൻ കഴിയാതിരുന്നതിന്റെ അമർഷം തീർക്കുന്നത് കോൺഗ്രസുകാർ ഹിന്ദു സംഘടനകൾക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടാണ്. കേന്ദ്രത്തിന്റെ പ്രീതി സമ്പാദിക്കുന്നതിനോടൊപ്പം കേരളത്തിൽ കേന്ദ്രത്തിനൊപ്പം നിന്ന് അധികാരം നേടുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ തറ പറ്റിക്കുകയോ ചെയ്യാമെന്നുള്ള സ്വപ്നത്തിലാണ് കോൺഗ്രസുകാർ. ബി.ജെ.പി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത് മറ്റ് ഏതൊരു സംസ്ഥാനത്തെ അപേക്ഷിച്ചും ഏറെ പ്രയാസമുള്ള കാര്യമാണ്. കേരള സമൂഹം ഇന്നും ബി.ജെ.പിയുടെ അന്ധ മതവിശ്വാസത്തെയും മതഭ്രാന്തിനെയും അംഗീകരിച്ചിട്ടില്ല. തൃശൂർ പോലെയുള്ള ഒരു സ്ഥലം മാത്രം പിടിച്ചെടുത്തത് ഒരിക്കലും കേരള ജനതയ്ക്ക് ബി.ജെ.പിയോടുള്ള അനുഭാവം ഉണ്ടായതുകൊണ്ടല്ല എന്നും അത് അന്തർധാര വഴി പണമൊഴുകിയതിന്റെ ഫലമാണ് എന്നും എല്ലാവർക്കും അറിയുന്നതാണ്. ഈ സാഹചര്യത്തിൽ ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർത്തുകൊണ്ട് കോൺഗ്രസിനെയെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ നേതൃത്വമില്ലാത്തതും പരസ്പര ഐക്യമില്ലാത്തതും ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള സ്വീകാര്യതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ മെനയുകയാണ് ബി.ജെ.പി കോൺഗ്രസ് സഖ്യം കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്നത് കേരള സർക്കാർ മാത്രമാണ്. അതൊരു ചെറിയ വെല്ലുവിളിയല്ല. രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾ ഏറെ താല്പര്യത്തോടെയാണ് കേരളത്തെ ഉറ്റുനോക്കുന്നത്. വികസന ബദൽ എന്താണെന്ന് LDF സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തി. രാഷ്ട്രീയ സംഘടനാ കാര്യങ്ങൾക്കൊപ്പം സംസ്ഥാന സമ്മേളനം നവകേരളത്തിനുള്ള പുതുവഴികൾ എന്ന രേഖയും ചർച്ച ചെയ്യുന്നു. LDF സർക്കാരിന്റെ ബദൽ വികസന നയം കൂടുതൽ പുരോഗമനപരവും മതനിരപേക്ഷവും ആധുനികവുമായി നടപ്പിലാക്കുന്നതിനുള്ള ശരിയായ കാഴ്ചപ്പാട് രൂപീകരിക്കും. സമ്മേളനത്തിലെ ചർച്ച കേരളത്തിലെ പാർട്ടിക്കും സർക്കാരിനും മാത്രമല്ല രാജ്യത്താകെ ഇടതുപക്ഷത്തിനും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കും കരുത്തു പകരും. ഇത്രയും ശക്തമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ തുടർഭരണം കാഴ്ചവെച്ച് നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം കേരളത്തിൽ പിണറായി സർക്കാർ നടപ്പിലാക്കി വരുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. കേരളത്തിന്റെ പുതിയ വികസന സാധ്യതകളും പുതിയ ആശയങ്ങളും കൂടി ചർച്ച ചെയ്യപ്പെടുന്നതോടെ കേരള വികസനത്തിന് പുതിയ മാതൃകകളും വഴികളും തുറക്കുമെന്ന് മാത്രമല്ല, പാർട്ടി സമ്മേളനം കേവലം ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രം ഭാഗമാകാതെ മുഴുവൻ കേരള ജനതയുടെയും വികസനത്തിലൂന്നി ഉള്ളത് കൂടി ആവുകയാണ്. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നത് ബി.ജെ.പിക്ക് തിരിച്ചടിയും മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ആശ്വാസവുമാണ്. എന്നാൽ RSSന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിൽ നിന്ന് അവർ ഒരല്പം പോലും പിന്നോട്ട് പോയിട്ടില്ല. ലേബർ കോഡിന് ചട്ടങ്ങൾ രൂപീകരിച്ച തൊഴിലാളികൾക്ക് എതിരായ നിബന്ധനകളും കർഷക കമ്പോള നയം വഴി നേരത്തെ പിൻവലിക്കാൻ നിർബന്ധിതമായ കാർഷിക നിയമങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും വൻതോതിലാണ്. അതിരൂക്ഷമായ ജനവിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായ പോരാട്ടത്തിന് ബി.ജെ.പി വിരുദ്ധ ശക്തികളെയെല്ലാം ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടതുപക്ഷമാണ്. ആ പോരാട്ടത്തിന് കേരളത്തിലെ പാർട്ടി ശക്തി പകരുന്നുവെന്നും കാരാട്ട് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു.